90s കിഡ്സും 2K കിഡ്സും തമ്മിലുള്ള എന്തോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അയച്ചു തന്നിട്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് റിയാക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ +1 പഠിക്കുമ്പോഴാണ് ഞാൻ റിലേഷനിലായത്. ഞാൻ ഈ കൊച്ചു വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ആ ബോയ് ഫ്രണ്ടും കൂടെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുമെന്ന് വിചാരിച്ചു. കാരണം എവിടെ പോയാലും ഉണ്ടാവുന്നതല്ലേ. പിന്നെ ബിഗ് ബോസിൽ പോയപ്പോൾ എന്താണോ അവ കൊണ്ടുപോയില്ലല്ലേ, അതൊരു ചോദ്യമാണ്. എൻ്റെ സീനിയർ ആയിരുന്നു ആലിബ് എന്ന പേര്. ഇനി അത് ജൂനിയറും കൂടെ ആവണമായിരുന്നു, അപ്പോഴാണ് അടിപൊളിയാവുക. വേണ്ട, ഞാൻ വെറുതെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ ഈ കൊച്ച് ഈ സീസണിൽ വന്നപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് ഒരു സെൻസിൽ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കാര്യം കുഞ്ഞു വെച്ച് ഇവളൊക്കെ വന്നില്ലേ ഈ വയസ്സിൽ ബിഗ് ബോസിൽ വരാൻ പറ്റി, ദേ ആർ പേയിങ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല കാര്യം. പക്ഷേ ചില സമയത്ത് ഈ കൊച്ചിൻ്റെ ആക്ഷനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇമ്മച്ചുവേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. +1 ആയപ്പോൾ ഞാൻ ആളായിട്ട് കമ്പനിയായി. അങ്ങനെ നമ്മൾ രണ്ടാളും റിലേഷനിലായി. നല്ല രസമാണ് കേട്ടോ. ഞാനാണ് അവനെ പ്രപ്പോസ് ചെയ്തത് അങ്ങോട്ടേക്ക്. അവൻ പറഞ്ഞ് ഇക്കുവാട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ സെറ്റായി. അക്ബർ മനസ്സിലെന്താ വിചാരിച്ചിട്ടുണ്ടാവാന്നറിയോ, ഓക്കൊക്കെ +1 പഠിക്കുമ്പോൾ ഞാനും പഠിച്ചു ഒരു സ്കൂൾ. റിലേഷൻ ആയിട്ട് 2 വർഷമായി. ഞാൻ പറഞ്ഞില്ലേ 90s കിഡ്സിൻ്റെ ഈ അവസ്ഥ എനിക്കറിയാം. പക്ഷെ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ റിലേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ അത്രയൊന്നും പറയാനില്ല. പക്ഷെ എന്നാലും ഇല്ലാതിരുന്നവന്മാരുടെ കുറേ വേദനകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇത് കാണുമ്പോൾ അവർ ചങ്ക് പൊട്ടിയിരിക്കുന്നുണ്ടാവുക.